നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മഹീന്ദ്ര താർ റോക്സ് പുറത്തിറക്കി കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് മാരുതി സുസുക്കി ജിംനി 5 ഡോറിനെ കുറിച്ചുള്ള ചർച്ചകളും വാർത്തകളിൽ നിറയുന്നത്. കഴിഞ്ഞ വർഷം വിപണിയിലെത്തിയ ജിംനി മാരുതി പ്രതീക്ഷിച്ച വിജയമായിരുന്നില്ല എന്ന് മാത്രമല്ല, മഹീന്ദ്ര ഥാറിനേക്കാൾ വളരെ കുറവായിരുന്നു വിൽപ്പന കണക്കുകൾ. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ആകർഷകമായ വിലയിൽ താർ റോക്സ് 5 ഡോർ SUV പുറത്തിറങ്ങിയതോടെ ജിംനിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിച്ചുവെന്നാണ് ജനസംസാരം. ഏതായാലും ഇത്തരത്തിൽ ഇന്ത്യക്കാർ അത്ര ഗൗനിക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടാത്ത ജിംനിക്ക് വേണ്ടി അറബികൾ ഇപ്പോൾ അടികൂടുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നിലവിൽ മാരുതി സുസുക്കിയുടെ വാഹന നിരയിലെ അത്ര പോപ്പുലർ അല്ലാത്ത ഉൽപ്പന്നമാണെങ്കിലും ജിംനി 5 ഡോർ കയറ്റുമതി വിപണിയിൽ വിജയം നേടുകയാണ്. ഉദാഹരണത്തിന് പശ്ചിമേഷ്യൻ രാജ്യമായ UAE-യിൽ ജിംനിക്ക് വമ്പൻ ഡിമാൻഡാണുള്ളത്. 3 ഡോർ 5 ഡോർ പതിപ്പുകളിലായി ലൈഫ് സ്റ്റൈൽ SUV UAE-യിൽ ഓഫർ ചെയ്യുന്നുണ്ട്. രണ്ട് പതിപ്പുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. സ്റ്റോക്ക് ലഭ്യതയെ ആശ്രയിച്ച് ജിംനി 5 ഡോർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 1 മാസം മുതൽ 6 മാസം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഡീലർഷിപ്പ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതേസമയം ജിംനി 3 ഡോർ വേരിയന്റിന് 12 മാസത്തിലധികം, അതായത് 1 കൊല്ലത്തിലധികമാണ് കാത്തിരിപ്പ് കാലയളവ്. ഇന്ത്യയിലേക്കാൾ ഉയർന്ന വിലയാണ് ജിംനിക്കായി UAE-യിൽ മുടക്കേണ്ടി വരിക. GLX ട്രിമ്മുകളിലായി വിൽപ്പനയ്ക്കെത്തുന്ന ജിംനിക്ക് 75,250 ദർഹം മുതൽ 79,750 ദർഹം വരെയാണ് വില വരുന്നത്. ഇത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 17,16,000 രൂപ മുതൽ 18,19,000 രൂപ വരെ വരും. മറുവശത്ത് ഇന്ത്യയിൽ ജിംനിയുടെ സീറ്റ, ആൽഫ ട്രിമ്മുകൾക്ക് 12,74,000 രൂപ മുതൽ 14,95,000 രൂപ വരെയാണ് എക്സ്-ഷോറൂം വില വരുന്നത്. ജിംനിയുടെ ടോപ്പ് എൻഡ് വേരിയന്റിന് ഇന്ത്യയിൽ UAE-ലേതിനേക്കാൾ 6 ലക്ഷം രൂപ കുറവാണ് എന്നതാണ് ശ്രദ്ധേയം. UAE-യിൽ വിൽക്കുന്ന ജിംനിക്ക് അധിക സവിശേഷതകളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ നികുതിയും ഇറക്കുമതി തീരുവയുമാണ് ജിംനി 5 ഡോർ SUV-ക്ക് ഇത്രയും ഉയർന്ന വില ലഭിക്കാനുള്ള കാരണം. 103 bhp പവറും 130 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 1.5 ലിറ്റർ K15B പെട്രോൾ എഞ്ചിനാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ജിംനിക്ക് പവറേകുന്നത്. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് എന്നിവ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നുണ്ട്. 2 ട്രാൻസ്മിഷനുകളിലും ഇന്ത്യയിൽ ആൽഫ, സീറ്റ ട്രിമ്മുകളിൽ ലഭ്യമാണ്. ഇതിന് വിപരീതമായി UAE സ്പെക്ക ജിംനി GL ട്രിമ്മിൽ മാത്രമായി ഒരു മാനുവൽ ട്രാൻസ്മിഷനും GLX ട്രിമ്മിൽ മാത്രമായി ഓട്ടോമാറ്റിക് ഓപ്ഷനും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജിംനിയുടെ ഓൾ ഗ്രിപ്പ് പ്രോ 4x4 സിസ്റ്റം 4 വീലുകളിലേക്കും പവർ നൽകുന്നുണ്ട്. ഹാർഡ്വെയറിൽ ലോ റേഞ്ച് ട്രാൻസ്ഫർ കേസും ലോക്കിംഗ് ഡിഫറൻഷ്യലും ഉൾപ്പെടുന്നുണ്ട്. 210 mm ആണ് SUV-യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇന്ത്യയിൽ കാര്യമായ വിൽപ്പന നേടാൻ സാധിക്കാതെ പരുങ്ങുന്ന ജിംനി 5 ഡോർ UAE-യിൽ ഹിറ്റടിക്കാനുള്ള കാരണം ഉപഭോക്തൃ മുൻഗണനയാണ്. മറ്റ് പ്രധാന ആഗോള വിപണികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യക്കാരുടെ ഉപഭോക്തൃ മുൻഗണനകൾ. ഇന്ത്യക്കാർ പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത് ഇന്ധനക്ഷമതയുള്ളതും അതുപോലെ തന്നെ വിശാലമായ, അതുപോലെ തന്നെ ഫീച്ചർ സമ്പന്നവുമായ വാഹനങ്ങളാണ്. അതേസമയം പൊതുവെ സമ്പന്നരും വണ്ടിഭ്രാന്തന്മാരുമായി അറിയപ്പെടുന്ന അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഫീച്ചറുകളോ മൈലേജോ വിലയോ അല്ല നോക്കുന്നത്. കാരണം നല്ല ഓഫ് റോഡ് കഴിവുകൾ ഉണ്ടോ എന്നത് മാത്രമാണ്. ആഗോളതലത്തിൽ ജനപ്രിയമായ കാറുകൾ ഇന്ത്യയിൽ ഫ്ലോപ്പായി മാറാനുള്ള പ്രധാന കാരണം ഇതുതന്നെയാണ്. മികച്ച ഓഫ് റോഡിംഗ് ശേഷി പുറത്തെടുക്കുന്ന ജിംനിയുടെ 3 ഡോർ പതിപ്പ് നേരത്തെ തന്നെ ആഗോളതലത്തിൽ മികച്ച മിനി SUV-കളിൽ ഒന്നായി പേരെടുത്തതുകൂടിയാണ്. പല വിദേശ വിപണികളിലും ജിംനി 3 ഡോർ വൻ ഹിറ്റാണ്. UAE-യിലും സ്ഥിതി വിഭിന്നമല്ല. ജിംനിയുടെ കൂടുതൽ പ്രായോഗികമായ പതിപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ 5 ഡോർ പതിപ്പിൽ ആകൃഷ്ടരായിരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യൻ വിപണി ലക്ഷ്യം കണ്ട പുറത്തിറക്കിയ ജിംനിക്കായി കോടികളാണ് മാരുതി ഇറക്കിയിരിക്കുന്നത്.